കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം 2-ാം ഭാഗം. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിലെന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. കൊലോസ്യരുടെ ഇടയിൽ സുവിശേഷം ഘോഷിക്കപ്പെട്ടപ്പോൾ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം അത് ഫലം കായ്ച്ചു. അങ്ങനെ സർവ്വലോകത്തിലും അഥവാ ലോകരാജ്യങ്ങളിലെല്ലാം സുവിശേഷം എത്തുകയും ഫലം കായ്ക്കുകയും ഓരോ നാളും വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം ദേശങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നുവോ അവിടെല്ലാം അത് ആത്മാക്കളുടെ രക്ഷ എന്ന ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ മനുഷ്യായുസ് താൽക്കാലികമാണെങ്കിലും രക്ഷിക്കപ്പെട്ടവർ നിത്യതയിലും ജീവിക്കുമെന്നതിനാൽ നിലനിൽക്കുന്ന ഫലമാണ് സുവിശേഷത്താൽ ഉളവാകുന്നത്. ആകയാൽ ഏതു വിധേനയും സുവിശേഷം എല്ലാവരിലും എത്തിക്കേണ്ടതുണ്ട്. ആധുനിക മാധ്യമങ്ങൾ അതിനായി നാം ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ ലോകത്തിലെ അനേകം ഉൾപ്രദേശങ്ങൾ സാങ്കേതിക വിദ്യയുടെ വെളിച്ചം വീശിയിട്ടില്ലാത്തിടത്ത് പുരാതന കാലങ്ങളിൽ എന്ന പോലെ ഇന്നും സുവിശേഷം അറിയിക്കാനുള്ള മാർഗം അവരുടെ അടുക്കലെത്തി ആശയവിനിമയം നടത്തുക എന്നത് മാത്രമാണ്. കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിപ്പാൻ കൽപ്പിച്ച യേശുവിൻ്റെ വാക്കുകൾ ഈ കാലത്തിലും പൂർണ്ണ പ്രസക്തമാണെന്ന് ഇത് തെളിയിക്കുന്നു. പോകാനും അയക്കാനും നാം തയ്യാറായെങ്കിൽ മാത്രമേ ഫലം കാണാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ചെറിയ ജീവിതം അതിനുവേണ്ടി കൂടെയാണെന്ന് മനസ്സിലാക്കി കാലം ഇനി ഏറെയില്ലെന്ന മനോഭാവത്തോടെ ആത്മഭാരത്തോടെ സുവിശേഷ വയലിലിറങ്ങാം. നമ്മിലൂടെയും സുവിശേഷത്താൽ ഫലമുളവാകുന്ന കാഴ്ച ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.